പൊന്നോണമായി പൂവിളികൾ ഉയരും കാലമായി. മാവേലി മന്നന്റെ മലയാള നാട്ടിൽ നാടെങ്ങും ചെണ്ടുമല്ലികൾ പൂത്ത കാലം. കർക്കിടക പെയ്ത്ത് കഴിഞ്ഞ് കലവറകൾ നിറയുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ വിളവെടുപ്പ് ഉത്സവമായ ഓണം പൂക്കളുടെ വസന്തകാലം കൂടിയാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള തഴക്കര എന്ന കൊച്ചു ഗ്രാമത്തിലെ കുടുംബശ്രീ വനിതകളുടെ ഓണപ്പൂ കൃഷിയാണിത്. എത്ര മനോഹരം! മാവേലിക്കര താലൂക്കിലെ തഴക്കര കൃഷിഭവന് കീഴിൽ വരുന്ന ശ്രീഹരി എന്ന JLG അതായത് കുടുംബശ്രീയുടെ പുഷ്പത്തോട്ടമാണിത്. അതായത് ഇവിടെ ജമന്തിയാണ് അവർ മെയിനായിട്ട് കൃഷി ചെയ്തേക്കുന്നത്. ഇവിടുത്തെ എല്ലാ വർഷവും ശ്രീഹരി എല്ലാ വർഷവും ഇതുപോലെ പൂക്കൃഷി ചെയ്യാറുണ്ട്. പുഷ്പകൃഷി ചെയ്ത് ഇവർ ആദായ വിലയ്ക്ക് തന്നെ ലോക്കൽ മാർക്കറ്റിൽ ഇത് വിൽക്കും. പുഷ്പകൃഷി കൂടാതെ പച്ചക്കറിയിലും അതേപോലെ തന്നെ എള്ള് കൃഷി എല്ലാം ഇവർ ചെയ്യാറുണ്ട്. ഓണാട്ടുകര ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എള്ളിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇപ്പൊ നമ്മളിവിടെ ഈ ചേച്ചിമാര് എള്ള് കൃഷി ചെയ്തിട്ട് എള്ള് തിരിച്ച് OVAക്ക് ഓണാട്ടുകര വികസന ഏജൻസിക്ക് തിരിച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോ കഴിഞ്ഞ ഈ സീസണിലും ചെയ്തിട്ടുണ്ട്, അടുത്ത സീസണിലും ചെയ്തു. എല്ലാ വർഷവും ചെയ്തു വരുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ ഇവര് പച്ചക്കറിയിലും പടവലം, പാവൽ, അങ്ങനെയുള്ള എല്ലാ പയറ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ലോക്കൽ മാർക്കറ്റിലാണ് ഇവർ വന്ന് വിൽപ്പന എല്ലാം നടത്തുന്നത്. പിന്നെ എള്ള് മാത്രം നമ്മൾ കൃഷിഭവൻ ത്രൂ വാങ്ങിച്ചിട്ട് നമ്മൾ OVAയിൽ എത്തിക്കും. അത് സബ്സിഡി നിരക്കിൽ ഇവർക്ക് മാർക്കറ്റ് വില 300 രൂപ കിലോ നിരക്കിൽ ഇവർക്ക് തിരിച്ച് എള്ളിനുള്ള പൈസയും കൊടുക്കും. അതുപോലെ കൂലിച്ചെലവും കൊടുക്കാറുണ്ട് എള്ളിന്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു JLG അല്ലെ കുടുംബശ്രീ ഗ്രൂപ്പാണ് ശ്രീഹരി എന്ന് പറയുന്നത്. തഴക്കര കൃഷിഭവൻ ഒരു അഭിമാനമാണ് ശ്രീഹരി. എൻ്റെ പേര് നിമ്മി. ഞാൻ തഴക്കര CDSൽ അഗ്രി CRP ആയിട്ട് വർക്ക് ചെയ്യുന്നു. തഴക്കര CDS കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ JLG ഗ്രൂപ്പുകാർക്ക് ഓണക്കാല പുഷ്പകൃഷിക്ക് നൽകിയ തൈകളാണ് ഇവർ പുഷ്പകൃഷിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 9ാം വാർഡ് ശ്രീഹരി JLG ഗ്രൂപ്പാണിത്. അവര് നമ്മൾ തൈ കൊടുത്തപ്പോൾ തൊട്ട് ഇപ്പൊ പുഷ്പകൃഷി ഇത്രയും വിളവെടുപ്പിനായത് വരെ നല്ല രീതിയിലാണ് ഇവർ പരിപാലിച്ചത്. കൃഷിയുടെ വളപ്രയോഗവും എല്ലാം നമ്മുടെ അടുക്കൽ ചോദിക്കുകയും എല്ലാം ചെയ്തൊരു ഗ്രൂപ്പാണ്. പക്ഷെ കാലാവസ്ഥയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ള മഴയാണ് ഇത്രയും വിളവെടുപ്പ് കുറയാനുള്ള കാരണം. പിന്നെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ പുഷ്പകൃഷി മാത്രമല്ല പച്ചക്കറി കൃഷി, പിന്നെ ഏത്തവാഴ കൃഷി ഇതെല്ലാം ഇവര് ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം ഇടവിള കൃഷി എല്ലാം വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ്. ബന്ദിക്കൃഷി ഇപ്പോൾ കുറെ ഗ്രൂപ്പുകാർ ഓണത്തോടനുബന്ധിച്ച് നമ്മളുടെ CDSൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല മാർക്കറ്റിംഗ് ആണ് ഓണം അടുപ്പിച്ച് ഇതിന് കിട്ടുന്നത്. പിന്നെ വിപണന സാധ്യത ഏറെയുള്ള ഒരു മേഖലയാണ് ഓണം അടുപ്പിച്ചുള്ള ബന്ദിക്കൃഷി. കുടുംബശ്രീ തഴക്കര CDSന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഞങ്ങൾ പൂക്കൃഷി ചെയ്യാറുണ്ട്. ഈ വർഷവും ഞങ്ങൾ അതിന് വേണ്ട എല്ലാ തൈകളും CDSൽ നിന്ന് എത്തിക്കുകയും ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയും എല്ലാ വളങ്ങളെക്കുറിച്ചും അതിന് തളിക്കേണ്ട മരങ്ങളെക്കുറിച്ചും എല്ലാം CDSൽ നിന്ന് ഞങ്ങളെ അറിയിക്കുകയും അതനുസരിച്ച് ഞങ്ങളോടൊപ്പം നിമ്മി അനീഷ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരികയും പിന്നെ വളപ്രയോഗവും മരുന്നുകളും എല്ലാം പറഞ്ഞു തരികയും എല്ലാം ചെയ്യുകയുണ്ടായി. ഈ ചെടി ഞങ്ങൾ നട്ടിട്ട് 3 മാസമായി. പിന്നെ നമുക്ക് ഈ ചെടിയുടെ ആദായത്തിനേക്കാൾ കൂടുതൽ നമുക്കൊരു ഉദ്ദേശം ഓണത്തിന്റെ ഒരു തനിമയും ആൾക്കാരുമായിട്ടുള്ള എല്ലാവരുമായി ഒന്നിച്ചു ചേർന്നൊരു കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതിന്റെ ഒരു സന്തോഷം എല്ലാവരും ഇത് പൂ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഓണം വന്നെന്നുള്ള ഒരു പ്രതീതി. ഇവിടെ തന്നെ ഞങ്ങളുടെ ഓണത്തിന്റെ ഒരു ഇതായിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ വിപണനം നടത്താം എന്നുള്ള ഒരു രീതിയിലാണ് ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ ഇപ്പോഴേ ഓർഡർ ആയിട്ടുണ്ട് ആൾക്കാര് ഞങ്ങൾക്ക് തരണേന്ന്. അപ്പൊ നമുക്കൊരു ബോർഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ വിപണനം വിറ്റ് പോകാം എന്നുള്ള ആദായത്തിന് നമ്മൾ ഈ ലാഭത്തിനേക്കാൾ കൂടുതൽ നമുക്ക് എല്ലാവരുമായിട്ടുള്ള ഒരു സന്തോഷം. ഇതെല്ലാം ഒന്നിച്ച് വിറ്റ് വിരിയുന്നുണ്ട ആൾക്കാരുമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു സന്തോഷം. പിന്നെ അതിനേക്കാൾ എല്ലാ രീതിയിലും എല്ലാവരുമായിട്ട് അപ്പൊ ഇത്രയും ചെയ്ത് ഇവിടെ ആൾക്കാർക്ക് തന്നെ ഞങ്ങളെ അതുകൊണ്ട് ഇത്രയും അവര് ചെയ്യുന്നല്ലോ, നല്ല രീതിയിലാണല്ലോ അവരുടെ കുടുംബശ്രീ പോകുന്നത്, അല്ലെ ആ പെണ്ണുങ്ങൾ അവരെത്രയും പേരും കൂട്ടായ്മയായിട്ടാണല്ലോ മുമ്പോട്ട് പോകുന്നത്. എല്ലാവരും ഈ അടുത്തുള്ളവർക്കെല്ലാം നല്ല സപ്പോർട്ട്. അവരെല്ലാം പറയണ്ട ചെടി വാഴ നിൽക്കുന്നല്ലേ, വളവിടല്ലേ, മണ്ണിടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഞങ്ങളോട് ആവശ്യപ്പെടും. അപ്പൊ ഓരോ സീസണിലും ഞങ്ങൾ അതിന്റെ അനുസരിച്ചുള്ള വളങ്ങൾ
കൃത്യമായി ചെയ്യുകയും അതിന് വേണ്ട ഏറ്റവും ഒടുവിൽ നമ്മൾ ഇത് പൂത്ത് നല്ല ഇതായി വരാനുള്ള ലായനി തളിച്ചു കൊടുക്കുകയും ആ ഘട്ടം ഘട്ടമായിട്ടുള്ള അത് ചെയ്യാമെങ്കിൽ നമുക്ക് ഇതിനൊന്നും ഒരു നഷ്ടവും വരത്തില്ല. നല്ല വിപണനമായിട്ട് ഇതിലും കൂടുതൽ അടുത്ത വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ ഉള്ള താല്പര്യമുണ്ട്. ആദ്യം ഇത് നടുമ്പം എല്ലുപൊടി പിന്നെ ചാണകപ്പൊടി ഇട്ടാണ് ആദ്യം അടിവളം കൊടുത്തത്. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞ് അടുത്ത വളം ഞങ്ങൾ ചാണകം കലക്കി ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 15 എന്ന് പറഞ്ഞൊരു വളമുണ്ട്, അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞപ്പം 19 എന്ന് പറഞ്ഞൊരു ലായനിയുണ്ട്, അത് ഒഴിച്ച് അതായത് മുട്ടും പൂവും ഇടാൻ വേണ്ടിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം നല്ല രീതി വിരിയാനും നല്ല രീതിയിൽ പുട്ടിടാനും തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ച ഒരു 2-3 ദിവസം കൂടെ ഒരു തോർച്ച കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കാം, കുറച്ച് ഇത് ഒരു ഡോസ് കുറച്ചുകൂടെ കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ളത് ഇത്. അപ്പൊ ഈ തോരാൻ മഴ ഞങ്ങൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. ഈ പൂക്കൃഷി കൊണ്ട് നമുക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മൾ രാവിലെ ഈ പൂ നട്ടെടുത്തോട്ട് ഈ ചെടികൾ നട്ടെടുത്തോട്ട് നമുക്ക് വരുമ്പോൾ ഈ പൂവെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ടൊരു സന്തോഷവും ഒരു ഇതൊക്കെ ഉന്മേഷവും ഒക്കെ തോന്നാറുണ്ട്. ദിവസവും രാവിലെ ഞങ്ങൾ ഇതിന്റെ JLG ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരും രാവിലെ കൃഷിയിൽ ഈ ചെടി നട്ടെടുത്ത് ഞങ്ങൾ വരികയും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുകയും പിന്നെ ഇത് കണ്ട് ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഞങ്ങൾ അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യാറുണ്ട്. ഇതിൽ കൂടുതലും വിപണനത്തെക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാണാനുള്ള ആ ഒരു ഭംഗി, അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓണാശംസ.